നമുക്ക് തടി കുറയ്ക്കാനും ഷുഗറൊക്കെ കുറയ്ക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, വലിയ പാടൊന്നുമില്ല. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ റവ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റവ ഞാനിവിടെ ഒരു അളവായിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റേതായ ഒരു അളവ് അറിയാം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കറക്റ്റ് എത്ര പേർക്കെന്നുള്ള രീതിയിൽ അളവിൽ എടുക്കുക. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അത് റവയ്ക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കുക. ഇപ്പോൾ 1 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ ചേർക്കാം. അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കാരണം വേറൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. റവയും തേങ്ങയും ചേർത്ത് കഴിഞ്ഞ് ഇതുപോലെ ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റ് ഞാൻ സ്പൂണിൽ അളന്നൊന്നും കാണിക്കുന്നില്ല, കാരണം എനിക്ക് എൻ്റേതായ ഒരു അളവ് അറിയാം. അപ്പം നമുക്കറിയാമല്ലോ എത്രയാണ് ഈസ്റ്റ് വേണ്ടതെന്നുള്ള രീതിയിൽ ആ രീതിക്ക് അനുസരിച്ച് അളവിനനുസരിച്ച് ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുമ്പോൾ ആദ്യത്തെ വെള്ളം ചേർത്ത ശേഷം ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കണം, കാരണം റവ വെള്ളം കുടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കിയില്ലെങ്കിൽ നമുക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുമ്പം റവയിലേക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഈ ഒരു കട്ടി പോലെ കിട്ടുവാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഇച്ചിരി വെള്ളം ചേർക്കുക. എന്നിട്ട് റവയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് ആ ഒരു അളവിന് വെള്ളം ചേർത്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് മൂടി നോർമലി അരയ്ക്കുന്ന പോലെ അരയ്ക്കാം. നമ്മൾ ദോശയ്ക്കൊക്കെ മിക്സിയിൽ അരയ്ക്കുന്നവരാണെങ്കിൽ അറിയാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം പകർന്നു വയ്ക്കാനുള്ള പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നമുക്ക് മാവ് മുഴുവനായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇച്ചിരി കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാം, പക്ഷേ വെള്ളം ഒരുപാട് ചേർത്ത് ഒരുപാട് ലൂസാക്കരുത്. കാരണം വെള്ളം ഒരുപാട് ചേർത്ത് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് അപ്പം കിട്ടില്ല. നമ്മൾ അപ്പം ഒഴിച്ച് ചുറ്റിക്കുമ്പോൾ ചിലപ്പോൾ ഈസി ആയിട്ട് ചുറ്റി വരുമായിരിക്കും, പക്ഷേ നമ്മൾ ആ കുമിളയൊക്കെ വന്ന് വെന്ത് വരുന്ന ആ ഒരു കറക്റ്റ് രീതിയിൽ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് രീതിയിൽ വെള്ളം ഒരുപാട് ചേർന്ന് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഒരു അളവനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ, അരച്ചെടുക്കാനും ഒക്കെ. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് പകർന്നു കഴിഞ്ഞാൽ നല്ലൊരു തവിയുണ്ട്, നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഞാൻ പെട്ടെന്നൊരു സ്പൂൺ കൊണ്ടാണ് ഇളക്കിയെടുത്തത്, പക്ഷെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിതിപ്പം നാളത്തേക്കുള്ളതാണ്, അപ്പോൾ ഞാൻ തലേ ദിവസമാണ് അരച്ച് വെച്ചത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ മൂടി രാത്രിയിൽ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. നമുക്ക് രാവിലെ എടുത്ത് നോക്കാം. ഇത് രാവിലെയായി, ഞാനത് തുറന്നു നോക്കിയിട്ടുണ്ട്. തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഈസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ല പുളിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പതയൊക്കെ കാണാൻ പറ്റുന്നില്ലേ. ഇതിലേക്ക് ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3/4 സ്പൂണോളം ഉപ്പ് 2 തവണയായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു തവി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേ കണ്ടു അധികം വെള്ളം ആയിട്ടില്ല, എന്നാൽ വെള്ളമൊട്ട് കുറഞ്ഞിട്ടുമില്ല. നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കിട്ടും. അപ്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും, ഒരു കുറുകിയ കൺസിസ്റ്റൻസി. അധികം കുറുകലല്ല, ഒരു പ്രോപ്പർ കൺസിസ്റ്റൻസിയിൽ കിട്ടും. നിങ്ങൾക്ക് മാവൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ യൂഷ്വൽ കാര്യങ്ങൾ തന്നെയാണ്, നമ്മുടെ ഗ്യാസ് കത്തിക്കലും അപ്പച്ചട്ടി വെക്കലും ഒക്കെ തന്നെയാണ്. നമ്മൾ നോർമലി എങ്ങനെയാണോ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ആകെ കൂടി ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിക്ക് പകരം റവ ഉപയോഗിക്കുന്നു. സാധാരണ നമുക്കിപ്പം വെയിറ്റ് കുറയ്ക്കുന്നവരായാലും അല്ലെങ്കിൽ ഷുഗറിൽ കൺട്രോൾ ഇല്ലാതെ ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നവരൊക്കെ ആയാലും നമ്മൾ എന്താണ് അരി ഭക്ഷണം മാക്സിമം കുറയ്ക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ അരി ഭക്ഷണം കുറയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും, അപ്പം, പുട്ട്, ദോശ, നമ്മൾ മലയാളികളുടെ ഇഷ്ട വിഭവങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റി നിർത്തേണ്ടി വരും. എന്നാൽ അത് മാറ്റി നിർത്താതെ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ അപ്പം കോരി ഒഴിച്ച് ചുറ്റിച്ച് അപ്പം വെന്തോരുമ്പോൾ കണ്ടു ഇതുപോലെ നിറയെ കുമിളകളൊക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് നല്ല സുഖമായിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ. ഞാനിവിടെ 3 അപ്പം ചുട്ട് വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം. വളരെ നല്ല രീതിയിലുള്ള അപ്പം കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്